പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പോത്തുണ്ടിയിൽ അത്തക്കിളി എന്ന ശിവദാസൻ ബ്രാൻഡി എന്തോ വാങ്ങിക്കുന്ന സമയത്ത് അറസ്റ്റിലായിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവരൊക്കെ ബ്രാൻഡിയും കള്ളൊക്കെ കൊടുത്തു. അപ്പം നുണ പറയല്ല, നമ്മൾ സത്യമാണ്. അപ്പോൾ ബ്രാൻഡിയും കള്ളൊക്കെ കൊടുത്ത് വോട്ട് പിടിച്ച മാസങ്ങൾക്ക് മുമ്പ് ജനത്തിന് കള്ളും ചാരായമൊക്കെ കൊടുത്ത് മേടിച്ച് കൊടുത്ത് ഇവർ സ്ഥിരം പരിപാടിയാണ് പോത്തുണ്ടിയിൽ. CPM-ൻ്റെ കുട്ടി സഖാക്കൾ അത് വാങ്ങിച്ചു കൊടുത്ത് ഇന്നലെ അറസ്റ്റിലായിട്ടുണ്ട്. 30 ലിറ്റർ സാധനം എന്തോ പിടിച്ചു എന്നുള്ളതാണ് ഇത്. അപ്പോൾ റിമാൻഡ് ചെയ്തു എന്നാണ് കേട്ടറിവ്. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഇവിടെ പോത്തുണ്ടി എന്ന സ്ഥലത്ത് വളരെ അട്ടഹാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പരിശോധിച്ചാൽ കുറേയൊക്കെ കിട്ടും. ഇവർ ലിറ്റർ കണക്കിന് 200 ലിറ്റർ 300 ലിറ്ററൊക്കെ വാറ്റിയിട്ടാണ് ഇവിടെ കള്ളും ബ്രാൻഡിയൊക്കെ കൊടുത്ത് വോട്ട് പിടിക്കുന്നത്. അതെല്ലാം മാറ്റി ഇവിടെ കള്ളവോട്ടും മറ്റുള്ളതൊക്കെ ചെയ്ത് അപ്പോൾ 1 മാസം മുമ്പ് ഇത് കള്ളൊക്കെ കൊടുത്ത് ബ്രാൻഡിയൊക്കെ കൊടുത്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കണം നയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പിടിച്ച് അവരെ തുറങ്കലിലടയ്ക്കണം, ജയിലിലടയ്ക്കണം. ഇവിടെ കള്ളവോട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ CCTV ക്യാമറ പോത്തുണ്ടിയിൽ എന്തായാലും വെക്കണം. ജില്ലാ കളക്ടറും മറ്റുള്ളവരും ഇടപെട്ട് ഇന്ന് നമ്മൾ പരാതി കൊടുക്കേണ്ട ബ്ലോക്കിൽ. അപ്പോൾ നിങ്ങൾ CCTV ക്യാമറ വെക്കണം. അവിടെ കുറേ പ്രശ്നബാധിത ബൂത്തുകൾ CCTV ക്യാമറ വേണം. ആവശ്യത്തിന് പോലീസ് വേണം ഇലക്ഷൻ സംവിധാനം നേരിടുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുകയും ഇവിടെ ബന്ധു നിയമനം നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ബന്ധു നിയമനം. അപ്പോൾ ഏരിയ സെക്രട്ടറിൻ്റെ ഭാര്യ ഒക്കെ 8 പേർക്കാണ് അവരുടെ കുടുംബത്തിലെ ജോലി. ഇപ്പോഴത്തെ MLA സ്ഥാനാർത്ഥിക്ക് 8 പേർക്ക് ജോലി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിലെ പ്രസിഡൻറ്റ്, പിന്നെ സ്കൂളിലെ ടീച്ചർ, ഇന്ത്യൻ കോഫി ഹൗസിൽ പണി, പിന്നെ അമ്പലത്തിലെ കഴകക്കാർ, പിന്നെ PSCയിൽ ഒരാൾ, വല്ലങ്ങി വിത്തശ്ശേരി ബാങ്കിൽ സെക്രട്ടറി ഒരാൾ, കാർഡിൻ്റെ സെക്രട്ടറി ഒരാൾ, ADS വേറൊരാൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വോട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ഇങ്ങനെ കള്ളത്തരം കാണിച്ച് വോട്ട് ചെയ്ത് 100 കണക്കിന് വോട്ടുകൾ ചെയ്ത് കുത്തി നിറയ്ക്കുന്ന പരിപാടിയാണ് പോത്തുണ്ടി നടക്കുന്നത്. വലിയ അട്ടഹാസങ്ങളാണ് നടക്കുന്നത്. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട അധികാരികളും അതിനെതിരെ നിൽക്കണം. ഉദ്യോഗസ്ഥന്മാർ നിന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടണം. 1, 2, 3 ഓപ്പൺ ഔട്ടാണ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളെ മാത്രമല്ല, കണ്ണ് കാണുന്നവർ, പശു കറക്കുന്നവർ, പാലൊഴിക്കുന്നവർ, പേയ്മെൻറ്റ് വാങ്ങിക്കുന്നവർ, കണ്ണ് കാണില്ല പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യണം. ഇതൊക്കെ ഒരു ഇവരെ വികലാംഗ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് അവിടെ ഹാജരാക്കിയിട്ട് വോട്ട് ചെയ്യട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സ്ഥാനാർത്ഥിയാണ്, ശങ്കരനാരായണനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലാപ്ടോപ്പ് ചിഹ്നത്തിൽ 6ാമത്തെ ചിഹ്നത്തിനെ 1ാമത്തെ ചിഹ്നമാക്കി കൊണ്ടുവരുവാൻ ലാപ്ടോപ്പ് ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയാണ്. ഇത് വേദനാജനകമായുള്ള കാര്യമാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ നിയമമണ്ഡലത്തിൽ എല്ലാവരും കാണണം. ഇവിടെ കാണിക്കുന്ന അട്ടഹാസം ഇത് വർഷങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. ഇവിടെ പോത്തുണ്ടിയിൽ ഓപ്പൺ ഔട്ട്, ബൂത്ത് പിടുത്തം, പിന്നെ റോഡിൻ്റെ നടുക്കിൽ ഇത് വയ്ക്കുക. ബോയങ്കോളിലെ കാണിച്ച അട്ടഹാസം റോഡിൻ്റെ പബ്ലിക് റോഡിൽ ഞാൻ പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷണർക്ക്, മിനി സിവിൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതിക്കൊരു നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ അത് ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറും ഇലക്ഷൻ കമ്മീഷണറും ഇടപെട്ട് പബ്ലിക് റോഡിലുള്ള അരിവാൾ ചിട്ടിയൊക്കെ മാറ്റി കളയണമെന്നാണ് പറയാനുള്ളത്. പിന്നെ പബ്ലിക് റോഡിൽ പിന്നെ കൊടികെട്ടൽ, പബ്ലിക് റോഡിൽ തോരണം കെട്ടൽ ഈ നിയമമേളത്തിലല്ല, എല്ലാവിടെയും പാടില്ല. അതൊക്കെ ഒന്ന് നിർത്തിയാൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഉണ്ട്. ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് പരിപാടിയൊക്കെ വമ്പിച്ച വിജയപ്രദമാക്കി തരുവാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഓക്കെ.